മിശിഹായിൽ പ്രിയമുള്ളവർ, നമ്മൾ ഇന്ന് അല്പസമയം ചിന്തിക്കുന്ന വിഷയം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ട കാര്യങ്ങളെ പറ്റിയാണ്. ദൈവം നോഹയെ രക്ഷിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? കാരണം വായിച്ചില്ല. പക്ഷെ തൊട്ട് മുൻപുള്ള പാരഗ്രാഫിൽ ആ കാരണം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് 6-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുകയാണ്: ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ അവിടുന്ന് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവോട് ചെയ്തു: എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവിശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രം. അവ കാര്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ദൈവം ഈ ലോകത്തെ നാമാവിശേഷമാക്കാനായിട്ട് തീരുമാനിച്ചത്? എന്താണ് അതിൻ്റെ കാരണം? ഈ വചന വായനയുടെ വെളിച്ചത്തിൽ പെട്ടെന്ന് നിങ്ങൾ കിട്ടിയ ആശയം പറയാം. എന്തുകൊണ്ടാണ് ദൈവം ഈ ലോകത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചത്? ആർക്ക് കിട്ടി? കൈപറ്റി പറ. എല്ലാവരും പറഞ്ഞ് കേൾക്കാൻ പറ്റില്ല. അവിടെ പാപം നിറഞ്ഞതുകൊണ്ടാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലും ഈ ഒരു കാര്യം വളരെ പ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് ഓരോ വർഷം കഴിയുന്നതോറും തിന്മ പെരുകയാണ്. അത് കുറേ കൂടെ സംഘടിതമായി, ആസൂത്രിതമായി ഞങ്ങൾ ഞങ്ങളുടേതായ ഇഷ്ടം പ്രവർത്തിക്കും. അത് ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കഠിനത നോക്ക്, അല്ലേ? ഉദാഹരണത്തിന് മണിപ്പൂര് എന്താ സംഭവിച്ചത്? അവിടെ ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഇവരാണ് ഉന്മൂലനം ചെയ്യാം. ഒട്ടേറെ മനുഷ്യരെയാണ് അവിടെ കൊന്നത്. ആരാണ് അതിന്റെ പിന്നിൽ? നമുക്ക് പറയാം കൊലപാതകങ്ങളാണ്, ഈ പറയുന്ന അക്രമകാരികളാണ്. അല്ല, അവിടുത്തെ ഭരണകൂടമാണ് അതിന്റെ പിന്നിൽ. ചിന്തിക്കാൻ പറ്റുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഭരണകൂട ഭീകരത, നിഷ്കളങ്കരായ മനുഷ്യർക്കെതിരെയാണ് പീഡനം അഴിച്ചു കൊടുത്തത്. ഒരു തെറ്റ് ചെയ്യാത്ത നിഷ്കളങ്കർക്കെതിരെ വർഷങ്ങൾ നമ്മൾ രാജാക്കന്മാരുടെ ഭരണത്തെ പറ്റിയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ കാണുന്ന പലപ്പോഴും തിന്മ ചെയ്യുന്നവരെയാണ് അവരെ പീഡിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ നിഷ്കളങ്കർ പീഡിപ്പിക്കപ്പെടുന്നതൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്താണ് കൂടുതലായിട്ട് കേൾക്കാൻ കണ്ടത്. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. കരിവാനൊരു ബാങ്ക് തട്ടിപ്പ് നമുക്കറിയാം. ഇരിങ്ങാലക്കുട അടുത്ത് സംഭവിച്ച കാര്യമാണ്. കോടികളാണ് അവിടെ അടിച്ചുകൊണ്ട് പോയത്. പാവങ്ങളുടെ കാശാണ്. അവർ മക്കളെ കെട്ടിക്കാനും അവരുടെ വാർദ്ധക്യ പെൻഷനൊക്കെ ആയിട്ട് കിട്ടിയ കാശ് ഒക്കെയാണ് അവിടെ സൂക്ഷിച്ചത്. വാർദ്ധക്യത്തിൽ അവർക്ക് ഒരുപക്ഷെ ജോലി ചെയ്തിരുന്നപ്പോൾ കിട്ടിയ ആ വലിയ തുക ഭാവി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച മുതലാണ് കട്ടുകൊണ്ടുപോയത്. ആരാണ് അതിന് ഉത്തരവാദി? കള്ളന്മാരല്ല. ബാങ്ക് റോബറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബാങ്ക് കവർച്ച. പക്ഷെ ഇത് വേലി തന്നെ വിളവ് തന്നെയാണ്. അപ്പൊ തിന്മ എന്തുമാത്രം ഇന്ന് സമൂഹത്തിൽ വേര് പിടിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരുത്തൻ അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കാപ്പ എന്ന പേരോടുകൂടി അവർ കേക്ക് മുറിച്ചിട്ടായിരുന്നു. നിങ്ങളത് പത്രത്തിൽ വായിച്ചു നോക്കിയാൽ ആ കേക്കിന്റെ പേരെന്താണ്? കാപ്പ. എന്താണ് കാപ്പ? മക്കളെ അത് മനസ്സിലാവണം നിങ്ങൾക്ക്. കപ്പയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. എന്താണ് കാപ്പ? എന്താണ് കാപ്പ? അയ്യോ, കപ്പ എന്താണ്? കൈപറ്റി പറഞ്ഞ ആർക്കും പറയാം. പിള്ളേര് തന്നെ പറഞ്ഞു. പിള്ളേരെ ഭയങ്കരമായിട്ട് എന്നെ നോക്കി പഠിപ്പിക്കണ പോലെയാണ് കാര്യങ്ങൾ. എന്താ ഈ പറയണെന്ന് ചോദിക്കണേ. കാപ്പ എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമത്തിലൊരു വ്യവസ്ഥയാണ്. എന്താണത്? ക്രിമിനലുകളെ നാട് കടത്തുന്ന ഒരു നിയമമാണത്. കുറേ കുറ്റകൃത്യങ്ങൾ ചെയ്തതിൽ പിന്നെ അവനെ നാട്ടിൽ നിർത്താൻ അനുവദിക്കില്ല. അവന് വേറെ സ്ഥലത്തേക്ക് വേറെ സ്റ്റേറ്റിലേക്ക് നാട് കിടക്കും. അവന് പിന്നെ ഈ സ്റ്റേറ്റിൽ വേറെ ജില്ലയിലേക്ക് നാട് കിടക്കും. ഈ ജില്ലയിൽ പിന്നെ അവന് കാലുകുത്താനായിട്ട്. അതാണ് കാപ്പ. അപ്പൊ അവൻ കാപ്പ എന്ന് പറയുന്ന സംഭവത്തെ കേക്കിൽ ആക്കി അവനും അവന്റെ കൂട്ടാളികളും ആഘോഷിക്കുകയാണ്. അതിന്റെ വീഡിയോ ഒന്ന് വൈറലായി. ഇവിടെ പോലീസുകാരില്ലേ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? പിന്നെ കഴിഞ്ഞ ദിവസം പത്രത്തിലാണോ സത്യത്തിലാണോ എന്ന് എനിക്ക് തോന്നുന്നു. അതായത് തൃശ്ശൂരിലെ കാര്യം പറയുന്നത്. അവിടെ കുട്ടികൾ ഇപ്പോൾ അവരുടെ ഹീറോകൾ ഗാങ്സ്റ്റേഴ്സാണ്, ഗുണ്ടകളാണ്. അപ്പോൾ അവർക്ക് പഠനമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് തീരുമാനിക്കുന്നതാണ് ഇവരുടെ കൂടെ കൂടാം. കാരണം കാശുണ്ടാക്കാം, സ്വാധീനമുണ്ട്.
എന്ത് തെമ്മാടിത്തരം ചെയ്താലും വിളിച്ചു പറഞ്ഞാൽ മതി ആരെ മുകളിലേക്ക്. ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നതാണ്, ഓരോ വർഷം കഴിയുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ തിന്മ പെരുകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഇതിന്റെ പിന്നിൽ? എന്താണ് ഇതിന്റെ പിന്നിൽ? സുഖിക്കണം എന്നുള്ള ചിന്തയാണ്, മോഹമാണ്. സുഖിക്കണം, എനിക്ക് സുഖിക്കണം. പ്രിയമുള്ളവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നു. ഈ സുഖിക്കണം എന്നുള്ള ചിന്തയെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാനതിന് വിഗ്രഹാരാധനയായിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് എൻ്റെ ഹൃദയത്തിൽ എന്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തെക്കാളുപരി? അതാണ് വിഗ്രഹം. അപ്പൊ എല്ലാ തിന്മകളുടെയും ആരംഭവും അതിൻ്റെ അവസാനവും അതിൻ്റെ കാരണവുമായിട്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നത് എന്താണ്? വിഗ്രഹാരാധനയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തില് ശ്രദ്ധിക്കാം. രക്തച്ചൊരിച്ചിൽ, കൊല, മോഷണം, ചതി, അഴിമതി, അവിശ്വസ്തത, കലാപം, സത്യലംഘനം, ശരിയെന്നുള്ള ആശയക്കുഴപ്പം, കൃതജ്ഞത, ദൂഷണം, ലൈംഗിക വൈകൃത, വിവാഹ തകർച്ച, വ്യഭിചാരം, വിഷയാസക്തി ഇവ നടമാടുന്നു. പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കണമെന്ന് പ്രവാചകന്മാർ നിരന്തരം നമ്മളെ ഉൾപ്പെടുത്തുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾക്ക് ഞാൻ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രമേണയായിട്ട് ഞാൻ ഇത്തരം ദുരിതങ്ങളിൽ ചെന്ന് ചാടും. അത് എനിക്ക് ആഘോഷമായിട്ട് തോന്നും, അത് താൽക്കാലികമാണ്. പക്ഷെ അതിൻ്റെ സഹനങ്ങളും അനർത്ഥങ്ങളും അതിലുപരി ദൈവകോപവും ക്ഷണിച്ചു വരുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന വിഗ്രഹ ആരാധന എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് സുഖിക്കണം എന്നുള്ള മോഹമാണ്. മോഹം എന്താണ്? മോഹമെന്നിൽ പാപം കൊണ്ടുവരികയാണ്. മോഹമെന്നിൽ പാപം കൊണ്ടുവരികയാണ്. പർദീസയിലെ പാപം എന്തായിരുന്നു? അതിമോഹമാണ്. പർദീസയിലെ പാപം എന്തായിരുന്നു? അതിമോഹമാണ്. ദൈവത്തെ പോലെ ആകാൻ ഈ പടനി കഴിക്കണം. ദൈവത്തെ പോലെ ആകാൻ അവർക്കൊന്നിനും കുറവുണ്ടായില്ല. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ പിശാച് പ്രലോഭിപ്പിക്കുകയാണ്, ദൈവത്തെ പോലെ ആകാൻ എന്ത് ചെയ്യണം? ഈ പടനി. ആ ഒരു പ്രലോഭനത്തില് ഹവ്വ വീഴുകയാണ്. ദൈവത്തെക്കാൾ ഉപരി ആ ഒരു ആശയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ അധപതനം ആരംഭിക്കുകയാണ്. ഈ മോഹത്തെ പറ്റി 1 കൊറിന്തോസ് 10 എന്താ പറയുന്നത് ശ്രദ്ധിക്കാം. വിഗ്രഹാരാധനയ്ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പറയുന്നത്, സഹോദരരെ, നമ്മുടെ പിതാക്കന്മാർ മേഘപടലത്തിന് കീഴിലായിരുന്നെന്നും എല്ലാവരും കടലിലൂടെ കടന്നെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മേഘത്തിലും കടലിലും അവരെല്ലാം മോശയിലേക്ക് സ്നാനമേറ്റു. അവരെല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിക്കുകയും ചെയ്തു. അവരെ പിന്തുടർന്ന ആത്മീയ ശിലയിൽ നിന്നാണ് അവർ കുടിച്ചത്. അതായത് ആ പാറയിൽ നിന്നുള്ള ജലത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ യഹൂദരുടെ പാരമ്പര്യത്തിൽ അവരുടെ ജീവിതത്തിൽ, അതായത് ഈ പറയുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്ന ഘട്ടങ്ങളിലൊക്കെ അവർക്ക് ഇതേപോലെ ആശ്വാസം ലഭിക്കുന്ന പാറയുണ്ടായിരുന്നു. വെള്ളമായിട്ടും ഭക്ഷണമായിട്ടും മറ്റ് കൗൺസിലിംഗ് സൗകര്യമായിട്ടും ഒക്കെ ഇങ്ങനെ ഈ തരത്തിൽ അവർക്ക് ആശ്വാസമായിട്ട് എപ്പോഴും ദൈവം അവരെ അനുഗമിച്ചിരുന്നു എന്നാണ്. ആ മേഘസംഭവം പറ്റിയ സംഭവം നമ്മൾ ഓർക്കണേ ഈ സമയത്ത്. അപ്പോൾ ഈ പൗലോസ്ലീഹനെ പറ്റി പറയാണ്, ആ ശില ആകട്ടെ അവരെ പിന്തുടർന്ന ആത്മീയ ശിലയിൽ നിന്നാണ് അവർ കുടിച്ചത്, അല്ലെങ്കിൽ അവർ പാനം ചെയ്തത്, അല്ലെങ്കിൽ അവർക്ക് തൃപ്തി നൽകിയത്. ആ ശിലയാകട്ടെ ക്രിസ്തുവായിരുന്നു എന്നാണ് പൗലോസ്ലീഹയുടെ വെളിപ്പാടിൽ പൗലോസ്ലീഹ പറയുന്നത്. കൊറിന്തോസ്യരുടെ ലേഖനത്തിൽ എന്നാൽ അവരിൽ അധികം പേരിൽ ദൈവം പ്രസാദിച്ചില്ല. അവർ മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടു. കാരണം അവർക്ക് തൃപ്തി കൊടുത്തു. ദൈവം മന്ന വർഷിച്ചു കൊടുത്തു, പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. രാത്രി അവർ നടത്താൻ വേണ്ടിയിട്ട് അഗ്നിസ്തംഭമായിട്ട് മേഘത്തിൽ നിന്നു. പകല് അവർക്ക് വെയിലേൽക്കാതിരിക്കാൻ മേഘസ്തംഭമായിട്ട് അവിടെ നിന്ന് മാറി. കണ്ടോ? ഇങ്ങനെ എല്ലാ തരത്തിലും തൃപ്തി കൊടുത്തപ്പോഴും
അവരിൽ എന്താണ് ഉണ്ടായത്? അവർ മോഹിച്ച പോലെ നമ്മൾ തിന്മ മോഹിക്കാതിരിക്കാൻ നമുക്ക് ഇവ പാഠമായി തന്നിരിക്കുന്നു. മോഹം കണ്ടോ? മോഹം. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, മോഹവും വിഗ്രഹാരാധനയും തമ്മിൽ അടുത്തടുത്ത് ബന്ധത്തിലാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധകരാകരുത്. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ജനം തിന്നാനും കുടിക്കാനും ഇരിക്കുകയും മേളിക്കാനായി എഴുന്നേൽക്കുകയും ചെയ്തു. തിന്നുക കുടിക്കുക എന്നുള്ള ശരീരത്തിന്റെ സുഖമാണ്, മേളിക്കുക എന്നുള്ളതും ശരീരത്തിലൊരു സുഖമാണ്. അതാണ് സുഖിക്കുക. ഇതാണ് ഈ ഒരു വിഗ്രഹം ആരാധനയിലേക്ക് വരിക. ഇവരിൽ ചിലർ വ്യഭിചരിച്ചതുപോലെ, മേളിക്കുക എന്നുള്ളത് ഇങ്ങനൊരു അർത്ഥം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവരിൽ ചിലർ വ്യഭിചരിച്ചതുപോലെ നാം വ്യഭിചരിക്കരുത്. 23,000 പേർ ഒറ്റ ദിവസം മരിച്ചു വീണു. കണ്ടോ? നോക്കണം, ആ പ്രളയത്തിൽ സംഭവിച്ചതിന്റെ ചില തനി ആവർത്തനങ്ങൾ ഇവിടെയും സംഭവിക്കുന്നത് കണ്ടോ? മരിച്ചു വീണു. അവരിൽ ചിലർ പരീക്ഷിച്ചതുപോലെ നമുക്ക് ക്രിസ്തുവിനെ പരീക്ഷിക്കാതിരിക്കാം. അവരെല്ലാവരും സർപ്പങ്ങളാൽ നശിപ്പിക്കപ്പെട്ടു. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. സംഹാരകനാൽ അവരും നശിപ്പിക്കപ്പെട്ടു. ഇവ അവർക്ക് ഒരു പാഠമായി തീർന്നു. ഇവ യുഗങ്ങളുടെ അന്തത്തിലേക്ക് വന്നിരിക്കുന്ന നമുക്ക് മുന്നറിയിപ്പിനായി എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. മനുഷ്യ സാധാരണമല്ലാത്ത പരീക്ഷയൊന്നും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പരീക്ഷണങ്ങൾക്ക് അവിടുന്ന് നിങ്ങളെ അനുവദിക്കുകയില്ല. നേരെ മറിച്ച് പ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം സഹിക്കാനുള്ള ശക്തിയുടെ രക്ഷാമാർഗവും അവിടുന്ന് നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ മോഹങ്ങൾക്ക് വിധേയപ്പെടരുത്. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ രക്ഷിക്കാനും നിങ്ങൾക്ക് ഉപകാരം ചെയ്യാനും കഴിയാത്തവയിലേക്ക് നിങ്ങളുടെ ഹൃദയം തിരിയരുത്. സാമൂഹ്യ പ്രവാചക പുസ്തകത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ, നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, അവ എത്ര ആകർഷകമാണെങ്കിലും അവയിലേക്ക് നിങ്ങളുടെ ഹൃദയം തിരിയരുത്. മോഹം തിരിഞ്ഞാൽ നനച്ചിരിക്കാത്ത സമയത്തായിരിക്കും നമ്മൾ പ്രലോഭനങ്ങൾക്കിടയിൽ വീഴുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ ഒരൊറ്റ ചിന്താഗതി സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകാം. ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അവസാനം പറഞ്ഞ കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം, ധ്യാന വിഷയമാക്കാം. അതായത് നോഹ ദൈവത്തിന് പ്രിയപ്പെട്ട മനുഷ്യനായി. ഒട്ടേറെ മനുഷ്യർ അവിടെ അവർക്ക് ഇഷ്ടം പോലെ ജീവിച്ചു, തോന്നിയ പോലെ ജീവിച്ചു, അതിമോഹത്താൽ നയിക്കപ്പെട്ട് ജീവിച്ചു. പക്ഷേ നോഹ ദൈവത്തിന് പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു. ഈ ഒരു വ്യക്തിയിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു വ്യക്തിയെ പോലെ ആകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം തിന്മകൾ അഴിഞ്ഞാടിക്കോട്ടെ, എനിക്കൊരു കടമയുണ്ട്. എന്താണ് ആ കടമ? സുവിശേഷം അനുസരിച്ച് ജീവിക്കുക, ദൈവവചനമനുസരിച്ച് ജീവിക്കുക. ദൈവമേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കും. സങ്കീർത്തനം പറയുകയാണ്, ദൈവമേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോഴും പറയുകയാണ്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ലോകത്തെ നന്നാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ലോകം ദുഷ്ടന്റെ പിടിയിലാണ്. പക്ഷെ എനിക്ക് നന്നാവാനായിട്ട് സാധിക്കും. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ആലയമായിട്ട് മാറാനായിട്ട് സാധിക്കും. എനിക്ക് ദൈവവചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. അതിന് ആരുടെയും അധികാരമോ ആരുടെയും സമ്മതം എനിക്ക് വേണ്ട. എനിക്കതിനൊരു മനസ്സുണ്ടായാൽ, എനിക്കങ്ങനെ മനസ്സുണ്ടെങ്കിൽ എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. പ്രിയമുള്ളവരെ, ആ നോഹയെ ദൈവം രക്ഷിച്ചതുപോലെ ദൈവത്തിൻ്റെ കടാക്ഷ ഉന്നതത്തിൽ നിന്ന് എന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവഭക്തരുടെ കാര്യത്തിൽ ദൈവത്തിന് പ്രത്യേക ശ്രദ്ധയും. നമ്മുടെ ജീവിതം എങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കോട്ടെ ഇവിടെ, അത് ഞാൻ പറഞ്ഞത്, ലോകം എങ്ങനെയൊക്കെ മുന്നോട്ട് പോയിക്കോട്ടെ ഇവിടെ, ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് പരിമിതമായ സമയമുള്ളൂ. അപ്പോൾ ഈ വചനത്തിൽ കണ്ണും തട്ടി ജീവിക്കാനായിട്ട് സാധിക്കണം. വിശുദ്ധ ഉദാശകളാൽ പരിപോഷിപ്പിക്കപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. അപ്രകാരം നമുക്ക് ജീവിക്കാനായാൽ ദൈവം നമ്മളെ സ്നേഹിക്കും. ദൈവം നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവത്തിന് പ്രിയപ്പെട്ടവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയാണ് അനുഗ്രഹങ്ങൾ വരുന്നതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അവൻ എവിടെ പോയാലും ദൈവം അവനെ സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കുന്ന സങ്കീർത്തനം പറയുകയാണ്, മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും ഞാൻ ഭയപ്പെടും.
ഇടപെടുകയില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.